പക്ഷെ രണ്ട് കുട്ടികൾക്ക് ഒരു അച്ഛനാണല്ലോ, അപ്പോൾ ആ കുട്ടികളെ ഒന്ന് പെട്ടെന്ന് ദേഷ്യം വന്ന് ഉപദ്രവിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു ആള്. ആൾക്കാർക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്, കുട്ടികളുണ്ടായാൽ അമ്മ നോക്കുക, ഈ ഒരു ലൈഫ് ഇനി ഇത് തന്നെയാണ് അവസ്ഥയെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോലും അറിയാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോയതിൻ്റെ പേരിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. ഞാൻ മോശപ്പെട്ട ഒരു ടൈമിൽ എല്ലാവർക്കും നാണക്കേടാണ് എൻ്റെ പേര് പറയാൻ. പക്ഷെ ഇപ്പം എല്ലാവർക്കും ശരിക്കും എടുത്തുചാട്ടത്തോടെ കിട്ടിയ ഒരു ലൈഫാണെന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? ആ ഒരു ഇതിലേക്ക് വരുമ്പം വീട്ടുകാരുണ്ടായിരുന്നില്ലെങ്കിൽ കൂടെ, കാരണം വീട്ടുകാർ ആദ്യം എതിർത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പം വീട്ടുകാരെപ്പോഴായിരുന്നു പിന്നെ ഇങ്ങോട്ട് സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നത്? മോൻ മൂത്ത കുട്ടി ആയപ്പോഴത്തേനും അമ്മ ഓക്കെ ആയി. പിന്നെ അവൻ 6 മാസം ആയപ്പോഴത്തേനും അച്ഛനും ഓക്കെ ആയി. പിന്നെ അമ്മയും അച്ഛനും ഒക്കെ അങ്ങ് ഗൾഫിൽ പോയായിരുന്നു. അപ്പം അവിടുത്തെ സാഹചര്യമൊക്കെ കണ്ടപ്പം എന്നെ ഈ വീട്ടിലാക്കിയിട്ടാണ് അവർ പോയത്. അങ്ങനെയൊക്കെയാണ് സത്യം പറഞ്ഞാൽ. ആ ഒരു അങ്ങോട്ടേക്ക് എനിക്കിപ്പം ഇങ്ങനെ ചിന്തിക്കാൻ പോലും ഞാനിപ്പോൾ ഒന്നും പറയാറുമില്ല അതിനെപ്പറ്റി. അത് എനിക്ക് വേറൊന്നും ആ ഒരു വ്യക്തിയെടുത്ത് എനിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ രണ്ട് കുട്ടികൾക്ക് ഒരു അച്ഛനാണല്ലോ, അപ്പോൾ ആ കുട്ടികളെ ഒരു കണക്ഷനും ഇല്ല, ഒരു ഹെൽപ്പിങ്ങും ഇല്ല, ഒരു രീതിയിൽ ഒന്നുമില്ല. ആ ഒരൊറ്റ കാര്യം. ചില ആൾക്കാർക്കൊരു കോൺസെപ്റ്റ് ഉണ്ട്, കുട്ടികളുണ്ടായാൽ അമ്മ നോക്കുക, അമ്മയാണ് മരണം. ഇപ്പം അയാൾ അങ്ങനെ പോയത് കൊണ്ട് ആരും അയാളെ കുറ്റം പറയത്തില്ല. പക്ഷെ ഞാനാണ് കുട്ടികളെ അവരെ ഏൽപ്പിച്ചിട്ട് മൊത്തത്തിൽ പോയെങ്കിൽ അമ്മയെ കുറ്റം പറയും, എന്നെ കുറ്റം പറയും. അങ്ങനെയാണ് നമ്മുടെ ഒരു സൊസൈറ്റി. അപ്പം ആ ഒരു ഇതിൽ കുട്ടികൾ രണ്ടുപേരും എല്ലാ രീതിയിലും ഞാൻ മാത്രമാണ് അവർക്കുള്ളത്, ഞാനും എൻ്റെ ഫാമിലി മാത്രമാണ് ഉള്ളത്. ആണ് ഇപ്പം അത് ഞാൻ പറഞ്ഞത്. കാരണം ചേച്ചി ഒത്തിരി അനുഭവിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത്. പക്ഷെ കഴിക്കുന്ന ആൾക്കാർക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും, പക്ഷെ അനുഭവിച്ചവർക്ക് മാത്രമാണ് അതിൻ്റെ തീവ്രത എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പം ഞാൻ ചേച്ചിയോട് ചോദിക്കുകയാണ്, ഒരുപാട് ഉപദ്രവം സഹിച്ച് അവിടെ നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അത്രയും സഹിക്കേണ്ടി വന്നത്? ഒരു മദർ അല്ലെങ്കിൽ വൈഫ്, ഒരു നല്ലൊരു മകളാകാൻ പറ്റിയില്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ബോധേഡ് ചെയ്തുകൊണ്ടാണോ അത്രയും സഹിച്ച് നിന്നത് അവിടെ? അതെന്ന് വെച്ചാൽ പെട്ടെന്ന് ദേഷ്യം വന്ന് ഉപദ്രവിക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു ആള്. അത് കഴിയുമ്പോൾ പിന്നെ ഞാൻ ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടാവാം, ഞാൻ എന്നെ തന്നെ ഇങ്ങനെ ബ്ലെയിം ചെയ്ത്, ഞാൻ ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ടല്ലേ, ആ ഒരു രീതിയിൽ ഞാൻ എന്നെ തന്നെ ബ്ലെയിം ചെയ്ത് അവിടെ അങ്ങ് നിൽക്കുകയോ ചെയ്തത്. പിന്നെ ഞാൻ തീരുമാനിച്ചു, എനിക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക, ഞാൻ തന്നെ വർക്ക് ചെയ്തൊരു ജോബോ അങ്ങനെ എന്തെങ്കിലും അതിന് ശേഷം ഈ ഒരു ലൈഫ് ഇനി ഇത് തന്നെയാണ് അവസ്ഥയെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് മൂവ് ചെയ്യായിരുന്നു ചെയ്തത്. ആണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ ഇത്രയും പറയുന്നത് വെച്ചാൽ ബബിത ചേച്ചി ഈ നമ്മളിപ്പോൾ എന്തെങ്കിലും സൂയിസൈഡ് ചെയ്യുന്ന കുട്ടികൾക്ക് ഏറ്റവും വലിയ റോൾ മോഡൽ തന്നെയാണ് ചേച്ചി. കാരണം അവിടെ നിന്ന് പഠിച്ച് ഒരു ജോലി അല്ലേ, ഗവൺമെൻറ് ജോലി തന്നെ വേണമെന്നായിരുന്നു വാശി. സാധാരണ നമ്മൾക്ക് എന്തേലും ജോലി കിട്ടിയാൽ മതി, ഞാൻ അങ്ങ് ജീവിച്ച് പൊക്കോട്ടെ എന്നുള്ള കാര്യം ഇല്ല, എനിക്ക് വൈകി ഗവൺമെൻറ് ജോലി തന്നെ വേണം. ആ ഒരു വാശിയാണ് ഞാൻ ചോദിക്കുന്നത്, എങ്ങനെ എത്തി അവിടെ? അതെന്ന് വെച്ചാൽ അത് ഈ ആളുകൾ കയറ്റിയ വാശി കൊണ്ടാണ്. ആൾക്കാരിങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് അങ്ങ് നമ്മൾ പോലും അറിയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അത്രയും മോശപ്പെടുത്തിയ ഫാമിലി അല്ല, ഈ പുറത്തുള്ള ആൾക്കാരുണ്ട്. അപ്പൊ അവരെ ഒന്ന് പൊളപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് നേടണം. അതൊരു വാശിപ്പുറത്ത് മാത്രമാണ് ഈ ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചത്. അല്ലാണ്ട് എനിക്ക് ജോലി കിട്ടിക്കഴിയുമ്പം എനിക്ക് എന്തൊക്കെയോ ഒത്തിരി പൈസ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. സാലറി അങ്ങനെയൊന്നും അത്രയും തോട്ട്സ് എനിക്ക് പോയിട്ടില്ല. ആകെ എന്നെ കുറ്റം പറഞ്ഞവരുടെ മുന്നിൽ ഇതാവണം, പിന്നെ ഈ ഒരു ലൈഫിൽ നിന്ന് എങ്ങനെയും മാറണം, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്തെങ്കിലുമൊക്കെ ഈ ഡിവോഴ്സ് എന്ന് പറയുന്ന സാധനം ഞാൻ ചിന്തിച്ചിട്ടില്ല. പക്ഷെ ഞാനൊരു ജോലിക്കാരി ആയി കഴിയുമ്പം എല്ലാവരും ഒക്കെ ഓക്കെ ആവും, എന്നെ സപ്പോർട്ട് ചെയ്യും, ഈ ഒരു ലൈഫ് ആയിരിക്കില്ല എന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പൊ ലീഗലി ഡിവോഴ്സ്ഡ് ആണല്ലോ അല്ലേ? അപ്പോൾ ഇപ്പൊ ചേച്ചിയുടെ കാര്യത്തിൽ വരികയാണെങ്കിൽ ഭയങ്കര നമ്മൾ ഈ കാണുന്ന ആളേയില്ല വീഡിയോസിലൊക്കെ. അപ്പോൾ ഈ എന്നെ ചേച്ചിയോട് ചോദിക്കാറുണ്ട്, നമ്മളിപ്പോൾ മോശ സമയത്ത് ഇല്ലാത്ത ആൾക്കാർ നമുക്ക് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മുടെ മോശ സമയത്ത് ആരൊക്കെയാണോ നമ്മുടെ കൂടെ ഉള്ളത് ശരിക്കും അവർ തന്നെ ആയിരിക്കും ലൈഫ് ലോങ് ഉണ്ടാവാന്ന് പറയുന്നുണ്ട്. എപ്പോഴെങ്കിലും കുത്തുവാക്കുകൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടോ? അപ്പം ഇത് നീ എടുത്ത് ചാടിയതവളല്ലേ, നീ അനുഭവിച്ചു എന്നൊക്കെ തന്നെ പറയുന്ന ആൾക്കാരാണ് ചുറ്റുമുള്ളത്. അത് ശരിക്കും എന്ത് കേട്ടപ്പോഴാണ് ഈ ഒരു വാശി കൂടിയത്? ഇങ്ങനെ ഇറങ്ങിപ്പോയതിൻ്റെ പേരിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഞാൻ.
പിന്നെ ഇവിടെ എന്നെ അമ്മ ഇപ്പോഴും അമ്മ പറയാറുണ്ട്, അമ്മമാര് കുത്താറുണ്ട്, കുത്തുന്നതില് കുറവൊന്നുമില്ല. പിന്നെ എന്നെ കസിൻസ് ഒക്കെ ഇങ്ങനെ അവർക്കൊക്കെ എന്നോടുള്ള സ്നേഹം കൊണ്ടാട്ടോ അവരൊക്കെ പറഞ്ഞത്, നാണക്കേടായി, ഫ്രണ്ട്സിന്റെ മുന്നിൽ നാണക്കേടായി ചേച്ചി. ഞങ്ങളുടെ ഫാമിലിയിൽ ആരും ഇങ്ങനെ ചെയ്തിട്ടില്ല, ഒരാളും ഇങ്ങനെ ചെയ്തിട്ടില്ല. അപ്പം ഞാനിങ്ങനെ ചെയ്തപ്പോഴത്തേന് ഒരുപാട് പേരിങ്ങനെ വിഷമം കൊണ്ട് പറഞ്ഞ് അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. പിന്നെ ജോലി കിട്ടിയപ്പോഴത്തേനും എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. അത്രയും കാലം നെഗറ്റീവായിരുന്നു, മോശപ്പെട്ട ഒരു ടൈമിൽ എല്ലാവർക്കും നാണക്കേടാണ് എൻ്റെ പേര് പറയാൻ. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും എൻ്റെ പേര് പറഞ്ഞ എൻ്റെ ചേച്ചിയാണെന്ന് പറയാൻ, അല്ല എൻ്റെ കുഞ്ഞമ്മയാണ്, അല്ലെ അങ്ങനെ പറയാൻ എല്ലാവർക്കും ഒരു സന്തോഷമാണ്.